നമസ്തേ. രാമായണ പാരായണം 26-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്യഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിൽ നയിക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര കർമ്മ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും നജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരികളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതരെ ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാന്യാത ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞിതും ചിന്തമുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂഭാഷനും ക്ഷോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നുള്ള ബിംബം കലർന്നെടുത്താർ കവിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും. കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും. ഏറ്റുപിടിച്ചും ഇടിച്ചും അടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം തോറ്റുപോകായെന്നു ചൊല്ലി അടുക്കയും. വാനരരാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചു ത്യജിച്ചു കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ പൺപോടടുത്താൻ അതു നേരം അമ്പുകണ്ടേറ്റമകന്നു കവികളും. കമ്പം കലർന്നഴിച്ചാരുതു കണ്ടത് ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും. യൂപാക്ഷനും തഥ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ. കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം
കൊന്നാൻ പ്രചങ്കനെ താരേയനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യുഭാഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചേടിനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്തു നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിരിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഹവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തെടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ച നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൻ പരിഹവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ പിന്നെ ഹരാത്മജന മകരാശനോട് അന്യൂന കോപനെ ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടടുത്തു രണാങ്കനെ പന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്ദികീലാകാരമായി ചുരുങ്ങിയിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരൻ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഹരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോരു ചാപവും തേരും പൊടിപെടുത്താൻ എയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ട് ഖണ്ഡവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിയിടിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടീപരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം ഇരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വിത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ട സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോടിത്രമുണർത്തിച്ചരുളിനാൻ നിത്യം പറഞ്ഞു നിന്നെങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലം നാശം വരുത്തുക സത്വരം സൗമിത്രി ചെന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാത്തവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതകമസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലാകിലേവനും ഞാനിവനോട് പോർ ചെയ്യുവനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ച് കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ച് മാരുതി താനും പരവശനായതു വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ ഹൃദയം
അയ്യോ വിഭോ രാമ രാമേരി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നതിതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തതിൽ പരമെന്തുള്ളതീശ്വരാം. നാമിനി വാങ്ങുക സീതാവധം മമ സാമിനി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. ചെല്ലുന്നത് കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമ കർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്ന് ജഗത്സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചെന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനത് കണ്ടു നിസ്സഞ്ജനായൊക്കവേ നിന്നു കവികളും. ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ദോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചിവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാ നിപുണന മേഘനിനാഥനി കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടൊരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണം അല്ലെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കാതെയാനിതേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണമെന്നു വിഭീഷണൻ. ചെന്നത് കേട്ടുള്ള വാലസ്യവും തീർന്നുമെന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവി സേനയും രക്ഷോവരനും നടന്നാൻ അതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളന്നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരവൻ വിനിതനും ധീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലേ ശേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവേൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും. ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാരാറ്റമില്ലാതോരോ രാക്ഷസ വീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിന്നിനി പറ്റലരെ ചറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ അടുത്തു നിർത്തിയിടിനാൻ. തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബലയാൽ തറമേലേറി നിന്നു ദശാസനപുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയം അടുത്ത ദിവനിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ.
ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിസ്ത്രീയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. ഇത്തം വിഭീഷണൻ ചെന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥ ശസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും, രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പ്രതിഭനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടേതും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, നന്നു നീയും നിൻ പിതാവും അറിക നീ. വംശമുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര. വിശേഷിച്ചും കണ്ടുകൊള്ളായില്ലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ മേൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരനും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ട ആത്മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിനും മധ്യേ ദിവസത്രയും കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണെ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദം പോരുക മാനസേ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നെ ലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ. പുഷ്പങ്ങളും പരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിത്തതാ ഗോത്രാരി താനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാൾ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശങ്കം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുകർന്നേടിനാൻ മൂർധനെ. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. രാവണന്റെ വിലാപം. ഇത്തമന്യോനം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീര മനോഹര,
മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും ദുഃഖമിതെന്നു മറക്കുന്നുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്നു നന്നായുറങ്ങിയിടുമാറായതും നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമൊങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചേടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടന രാവണനെ കണ്ടു ഭീതയായി എത്രയും വേവതുഗാത്രയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടു ആരാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞനൻ അത്യുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞേടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാസാത്മജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രസ്നാപനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്നത്രയും ഓർത്ത് കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവരാ പ്രഭോമയാ സാർത്ഥം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേനെ പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടനായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോട് ഏറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് നിർത്തിതു രാവണൻ നിന്നുപോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി വീരുവൈലങ്കാപുരം പുക്കനന്തരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.